ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. 2000-2010 കാലയളവിൽ മലയാളത്തിൽ റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും വലിയ തരംഗമായ കോമഡി എന്റർടൈനർ സിനിമകളിൽ ഒന്നാണല്ലോ ഛോട്ടാ മുംബൈ. ചിത്രമുണ്ടാക്കിയ ഓളം ഇനിയും അവസാനിച്ചിട്ടില്ല. സിനിമ വീണ്ടും റിലീസ് ചെയ്യാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പിലായിരുന്നു. ഇപ്പോൾ റീ റിലീസിന്റെ അപ്ഡേറ്റ് സിനിമയുടെ നിർമ്മാതാവിന്റെ മകൻ പുറത്തുവിട്ടിരിക്കുകയാണ്. അത് പ്രകാരം ഛോട്ടാ മുംബൈ എന്ന സിനിമ റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. മണിയൻ പിള്ള രാജു ആയിരുന്നു സിനിമ നിർമ്മിച്ചത്. അദ്ദേഹത്തിന്റെ മകനും നടനുമായ മണിയൻ പിള്ള രാജുവാണ് ഇപ്പോഴത്തെ ഛോട്ടാ മുംബൈയുടെ 4K റിലീസ് പതിപ്പിന്റെ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. മമ്മൂട്ടി ചേട്ടന്റെ അടുത്ത റിലീസ് സിനിമ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. തുടർച്ചയായി റിലീസിൽ അബദ്ധം സംഭവിക്കുന്ന മമ്മൂട്ടി സിനിമകൾക്ക് ഇത്തവണ അബദ്ധം പറ്റില്ല എന്ന് നാം പ്രതീക്ഷിക്കുന്നു. ഒരു വടക്കൻ വീരഗാഥയാണ് ഈ ആഴ്ച ഫെബ്രുവരി 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ചരിത്ര സിനിമ മലയാളത്തിലെ ക്ലാസിക് സിനിമകളിൽ ഒന്നാണല്ലോ. ആ ക്ലാസിക് സിനിമ, ചരിത്ര സിനിമ, ബിഗ് ബഡ്ജറ്റ് സിനിമ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ കൂടുതൽ പ്രേക്ഷകർ സിനിമ കാണാനായിട്ട് എത്തുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായുള്ള അഭിമുഖങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. 2024 വലിയ വിജയം നേടിയെടുത്ത സിനിമകളിൽ ഒന്നാണല്ലോ 100 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത മാർക്കോ. ഉണ്ണി മുകുന്ദൻ സിനിമ അടുത്തയാഴ്ച ഫെബ്രുവരി 14 സോണി ലെവിലൂടെ OTT റിലീസ് ചെയ്യുകയാണല്ലോ. ചിത്രത്തിന്റെ എക്സ്റ്റൻഡഡ് കട്ട് വെർഷൻ ആയിരിക്കുമോ OTT റിലീസ് ചെയ്യുക എന്നൊരു ചോദ്യം ഒരുപാട് പ്രേക്ഷകർക്കിടയിലുണ്ട്. കഴിഞ്ഞ ദിവസം വരെ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭ്യമല്ലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എക്സ്റ്റൻഡഡ് കട്ട് വെർഷൻ 15 മിനിറ്റ് ദൈർഘ്യം കൂടുതലുള്ള, തിയേറ്ററിനേക്കാൾ കൂടുതൽ ദൈർഘ്യമുള്ളൊരു വെർഷൻ ആയിരിക്കും OTT റിലീസ് ചെയ്യുക എന്നൊരു അൺഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. നേരത്തെ അഭിമുഖങ്ങളിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ വെളിപ്പെടുത്തിയിരുന്നു പല രംഗങ്ങൾ വയലൻസ് കാരണം സിനിമയിൽ നിന്നും നീക്കം ചെയ്തുവെന്ന്. അവയിൽ കൂടുതൽ രംഗങ്ങൾ ഒരുപക്ഷെ എക്സ്റ്റൻഡഡ് കട്ട് വെർഷനിൽ വരാൻ സാധ്യതയുണ്ട്. റിയാസ് ഖാന്റെ രംഗങ്ങളെല്ലാം തന്നെ കാണാൻ കഴിയുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിലാണ് ഫെബ്രുവരി 14 സിനിമ OTT റിലീസ് ചെയ്യുക. ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ പ്രഖ്യാപനവും OTT വെർഷനോടൊപ്പം പ്രതീക്ഷിക്കുന്നു.